ഓം ഗംഗുരിഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 33 അംബരീക്ഷ ചരിതം. ശ്ലോകം 1-2. പീതാംബരം കരവിരാജിത ശംഖചക്രകമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 1. വൈവസ്വതാക്യമനുപുത്ര നഭാഗജാത നാഭാഗനാമക നരേന്ദ്ര സുതോംബരീഷകാം സപ്താർണവാവൃതമഹീ ദൈതോഭിരേമേ ത്വം സംഗിഷു ത്വയിച്ച മഗ്നമാനാ സദൈവ. അന്വയം അർത്ഥം. വൈവസ്വതാക്യ മനുപുത്ര നാഭാഗജാത നാഭാഗ നാമക നരേന്ദ്രസുത. വൈവസ്വത മനുവിൻ്റെ പുത്രനായ നഭാഗൻ്റെ പുത്രനായ നാഭാഗൻ എന്ന രാജാവിൻ്റെ പുത്രനായ അംബരീഷക അംബരീഷൻ സത്താർണവാവൃത മഹീദൈത അഭി സപ്ത സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂമിയുടെ ഭർത്താവാണെങ്കിലും സദായേവ എല്ലാ സമയവും ത്വത് സംഗിഷു അങ്ങയുടെ ഭക്തന്മാരിലും ത്വയിച്ച അങ്ങിലും മഗ്നമനാഹ മുഴുകിയ മനസ്സോടുകൂടിയവനായി രേമേ സുഖമായി കാലം കഴിച്ചിരുന്നു. ഹരിവും. സാരം. വൈവസ്വത മനുപുത്രനായ നഭാഗൻ്റെ പുത്രനായ നാഭാഗ രാജാവിൻ്റെ സുതനായ അംബരീഷ ചക്രവർത്തി സപ്ത സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂമിക്ക് ഉടമയായിരുന്നെങ്കിലും ഭഗവാനിലും ഭാഗവത ഭക്തന്മാരിലും അതീവ മനസ്സു ലയിച്ച് സുഖമായി ജീവിച്ചു. ഹരിവും. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 2. ത്വം പ്രീതയേ സകലമേവ വിദന്നദോസ്യാം ഭക്ത്യൈ ദേവനാചിരാൻ അമൃതാ പ്രസാദം യേനാസ്യ യാചനം ഹൃദയപ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിദധാര സഹസ്രധാരം. അന്വയം അർത്ഥം. ഹേ ദേവ, അല്ലയോ ദേവ, ത്വത്പ്രീതയെ അങ്ങയുടെ പ്രീതിക്ക് വേണ്ടി സകലം യേവ എല്ലാത്തരം കർമ്മങ്ങളും വിധന്വത ചെയ്യുന്ന അസ്യ ഈ അംബരീക്ഷൻ്റെ ഭക്ത്യായേവ ഭക്തി കൊണ്ട് തന്നെ ന ചിരാൻ കാലതാമസം കൂടാതെ പ്രസാദം അഭൃത പ്രസാദത്തെ ഭരിച്ച് ഏന യാതൊരു പ്രസാദം കൊണ്ട് അസ്യായാചനം ഹൃദേ അഭി അവൻ്റെ അപേക്ഷ കൂടാതെ തന്നെ അഭിരക്ഷണാർത്ഥം അംബരീഷൻ്റെ രക്ഷയ്ക്കായി ഭവാൻ അങ്ങ് സഹസ്രധാരം 1000 മുനകളുള്ള ചക്രം സുദർശനം എന്ന ചക്രം പ്രവിധധാര നൽകി. ഹരിവു. സാരം. കർമ്മ വിമുക്തനായി കർമ്മത്തിലേർപ്പെട്ടിരുന്ന ഭക്താഗ്രേസരനായ അംബരീഷ ചക്രവർത്തി വിധിയനുസരിച്ചുള്ള എല്ലാ നല്ല കർമ്മങ്ങളും ചെയ്ത് ഭഗവത് പ്രീതി നേടുകയും അംബരീഷൻ്റെ അപേക്ഷ കൂടാതെ തന്നെ സങ്കടങ്ങളെയെല്ലാം നശിപ്പിക്കുന്ന സുദർശന ചക്രത്തെ നൽകി അംബരീഷനെ ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. ഹരിവു.